ഹലോ ഗായ്സ്, ഈ ഹെയർ ബാൻഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് 20 ഇഞ്ച് നീളത്തിലും 2 ഇഞ്ച് വീതിയിലും 20 ഇഞ്ച് നീളത്തിലും 5 ഇഞ്ച് വീതിയിലും 2 തുണി എടുത്തിട്ടുണ്ട്. പിന്നെ 10 ഇഞ്ച് നീളത്തിൽ ഒരു എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇനി ഈ ചെറിയ തുണിയൊന്ന് നമുക്ക് അരികടിച്ചെടുക്കാം. 2 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ്. അത് അരികടിച്ച ശേഷം ഒന്ന് അടിമറിച്ചെടുക്കാം. ഇതുപോലെ എടുത്ത ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എലാസ്റ്റിക് ഇൻസൈഡ് ചെയ്ത് കൊടുക്കാം. എലാസ്റ്റിക് ഇൻസൈഡ് ചെയ്ത ശേഷം 2 വശം ഒന്ന് കൂട്ടി അടിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ 2 വശം കൂടി ഒന്ന് കൂട്ടി അടിച്ച് കൊടുക്കാം. അപ്പോൾ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കുള്ള ഫ്ലവറാണ് നമുക്ക് റെഡിയാക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ നോക്കാം. അതിനായിട്ട് വലിയ തുണി എടുത്തിട്ട് അതിൻ്റെ അരികൊന്ന് മടക്കി അടിച്ച് കൊടുക്കാം. എന്നിട്ട് അത് അടിമറിച്ചെടുത്ത് കൊടുക്കാം. അടിമറിച്ചെടുത്ത ശേഷം 1/2 ഇഞ്ച് വിട്ടിട്ട് അരികത്ത് കൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കാം. ഇതിന് ശേഷം ഒരു ത്രെഡ് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ആ ത്രെഡിൻ്റെ 2 അറ്റും പുറത്തേക്ക് കാണുന്ന വിധം നിൽക്കണം. അതിന് ശേഷം അതൊന്ന് മടക്കി ഒന്ന് അടിച്ചു കൊടുക്കാം. ഇത് അടിച്ച ശേഷം ആ 2 വശത്തു നിന്നുള്ള ത്രെഡ് ഒന്ന് വലിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ട്. ഇനി ഇതിൻ്റെ 2 അരയും കൂടി കൂട്ടി അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കൂട്ടി അടിച്ച ശേഷം ഇതിങ്ങനെ ഒരു ഫ്ലവറായില്ലേ. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു കഷ്ണം തുണിയെടുക്കുക. ഒരു ചെറിയൊരു കഷ്ണം തുണിയെടുത്ത ശേഷം അത് ഇതുപോലൊരു തുണി എടുത്തിട്ട് അത് മടക്കി അതിന് സർക്കിൾ വരച്ച് സർക്കിളിൽ സ്റ്റിച്ചിട്ട് കൊടുക്കാം. ഇതിന് ശേഷം അതിൻ്റെ അരിക് കട്ട് ചെയ്തിട്ട് സെൻട്രലായിട്ടൊരു കട്ടിങ് കൊടുത്തിട്ട് അതൊന്ന് അടിമറിച്ചെടുക്കാം. ഇതുപോലെ ആയില്ലേ. ഇനി ഇത് നേരത്തെ ഉണ്ടാക്കി വരട്ടി വെച്ച ഫ്ലവറിൻ്റെ സെൻട്രലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, തുന്നി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഇനി ഇതിന് ബാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം ഞാൻ സെൻട്രലായിട്ട് കുറച്ച് പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ. ഓക്കെ, ബൈ.